ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കല്ലുമ്മക്കായുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കല്ലുമ്മക്കായ നന്നായിട്ട് കഴുകിയിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് അങ്ങ് തിളച്ച് വരുമ്പോഴത്തേനും അതങ്ങ് വിട്ട് വരും. ആ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മൾ തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആ വെള്ളം തണുത്ത് വരുമ്പോൾ ഇതുപോലെ അങ്ങ് വിട്ട് വരും. പിന്നെ നമുക്ക് എളുപ്പമായി ഇതെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട്. തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇത് റോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജാറിൻ്റെ അകത്ത് ക്രഷ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമുക്ക് പാൻ എടുക്കണം. പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടണം. കടുക് ഇട്ട് കറിവേപ്പില ഇടണം. ആ കടുക് പൊട്ടി വരുമ്പോഴത്തേനും കറിവേപ്പില ഇട്ട് കൊടുക്കാറ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത് അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് അതൊന്ന് ഒരു ചൂട് കൊണ്ടതിന് ശേഷം സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഉപ്പിച്ചിരി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതും കൂടെ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഇച്ചിരി വഴന്ന് വരുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടി മസാലപ്പൊടി പിന്നെ ലേശം ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റ് കിട്ടും, പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. അതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ മസാല എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മസാലപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ആ കല്ലുമ്മക്കായം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. അതിട്ട് ഇങ്ങനെ ഒന്ന് മൊത്തം മിക്സാക്കി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ പോരായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് അതെല്ലാം കൂടെ ഇതാക്കി കഴിയുമ്പോൾ ആ പാനിലിരുന്ന് തന്നെ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വരും. ലാസ്റ്റ് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും നമുക്ക്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം മൊത്തം അങ്ങ് റോസ്റ്റായി വരുമ്പോഴത്തേനും ഈ ഒരു പരുവത്തിന് കിട്ടും. ഈ ഒരു പരുവത്തിന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് കറിവേപ്പില ഇങ്ങനെ തൂളി കൊടുക്കണം. കറിവേപ്പില തൂളിയതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുക. 5 മിനിറ്റ് നമ്മളിത് ഇതുപോലെ തന്നെ വെച്ചേക്കണം. അന്നേരം എല്ലാം കൂടെ സെറ്റായിട്ട് വരും. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും ബൈ.